പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഒരു പ്രഭാതം കൂടി കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന എല്ലാ സൗഭാഗ്യത്തിനും അവസരത്തിനും ആരോഗ്യത്തിനുമായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാതം നമുക്ക് ഒരു വേദവചന ധ്യാനചിന്തയോടെ ആരംഭിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27 അധ്യായം അതിൻ്റെ 5 വാക്യം, സാംസ് നമ്പർ 27 വേഴ്സ് 5 വായിച്ചു കേൾപ്പിക്കുന്നു. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. നമ്മുടെ ചെറിയൊരു ഷോർട്ട് ചിന്ത, വളരെ ചെറിയൊരു ചിന്തയ്ക്കായതുകൊണ്ട്, അല്പനേരത്തേക്കുള്ള ചിന്തയ്ക്കായതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലങ്ങൾ ഒരുപാട് പറയുന്നില്ല. 27 സങ്കീർത്തനമാണ്, ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നതാണ്. യഹോവ എൻ്റെ രക്ഷയും വെളിച്ചവും എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, മറ്റെല്ലാവരും ഉപേക്ഷിച്ചാലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന വാക്യത്തിനകത്ത് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് അനർത്ഥ ദിവസം. ആ അനർത്ഥ ദിവസവും പിന്നെ കർത്താവിൻ്റെ നമ്മുടെ സംരക്ഷണവും. ഈ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. അനർത്ഥ ദിവസം എന്നൊരു വാക്കുണ്ട്, അനർത്ഥ ദിവസം. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന വാക്ക് അനർത്ഥത്തിലൊന്നും നമ്മളെ എത്തിക്കാതെ കർത്താവ് നമ്മളെ പരിപാലിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കേൾക്കുന്നതെല്ലാം അനർത്ഥമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇന്ന് പത്രദ്വാര അല്ലെങ്കിൽ മാധ്യമങ്ങൾ ദ്വാര കേൾക്കുന്നതെല്ലാം അനർത്ഥങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ഈ സമയത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇറാന്റെ തീരത്തേക്ക് നമ്മുടെ അമേരിക്കയുടെ പടക്കപ്പലായ, അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ തിയോഡർ റൂസ്വെൽറ്റും അതുപോലെ തന്നെ എബ്രഹാം ലിങ്കനും ഒരേ സമയത്ത് നിരവധി 100-ലധികം ബോംബർ വിമാനങ്ങൾ ഒരുമിച്ച് പറന്ന് അതിനകത്ത് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള എബ്രഹാം ലിങ്കൻ, തിയോഡർ റൂസ്വെൽറ്റ് തുടങ്ങിയ പടക്കപ്പലുകൾ പോകുന്നു. ഒരനർത്ഥം ഉണ്ടാകാൻ പോകുന്നു. ഇറാനെ ഇപ്പോ ലാസ്റ്റ് കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും, ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും. തിരിച്ച് ഇറാൻ പറയുന്നു പ്രതീക്ഷിക്കുന്നതായിരിക്കത്തില്ല, ട്രംപ് പ്രതീക്ഷിക്കുന്നതായിരിക്കത്തില്ല, അപ്രതീക്ഷിതമായി തിരിച്ചടികൾ ഉണ്ടാകും, അവരുടെ നേവൽ ബേസുകളെല്ലാം ആക്രമിക്കും എന്ന് തിരിച്ചു പറയുന്നു. അപ്പോ ഈ ഒരു അനർത്ഥ ദിവസം, അത് ഇന്റർനാഷണൽ ലെവലിൽ അനർത്ഥ ദിവസം. അപ്പോൾ തന്നെ പറയുന്നു ഗ്രീൻലാൻഡ്, യൂറോപ്പ്, അവിടെ അനിശ്ചിതത്വം നിലനിൽക്കുന്നു, ഒരു അനർത്ഥ ദിവസം കാത്തിരിക്കുന്നു. എന്തിനു പറയണം? ഇന്ത്യയിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനും ഒരു ഭീഷണി മുഴക്കുന്നു, തിരിച്ചു ഭീഷണി പറയുന്നു. അങ്ങനെ അനർത്ഥങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് കേൾക്കുന്ന ഒരു വാർത്തയുണ്ടല്ലോ, ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു അനർത്ഥം സംഭവിച്ചു, തൂങ്ങി മരിച്ചു. അദ്ദേഹത്തിനെതിരായിട്ടൊരു ഷിംജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു വീഡിയോ എടുക്കുകയും അത് വൈറലാകുകയും അതിന്റെ മനോവിഷമത്തില് ആ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു എന്നൊക്കെ കാണുന്നു. ഇതൊരു അനർത്ഥമാണ്. അത് ഇന്ന് വാർത്ത കണ്ടു. അടുത്ത അനർത്ഥം, ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു. ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. അത് ഈ ദിവസങ്ങളൊക്കെ കേൾക്കുന്നത് അറസ്റ്റുകള്, അതിന്റെ പിന്നാമ്പുറത്തെ കഥകള്, ഇങ്ങനെ അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ. അതിനോടൊപ്പം കേൾക്കുന്നത് ഭൂമികുലുക്കം സംഭവിക്കുന്നു, അതിനോടൊപ്പം കേൾക്കുന്നു മറ്റൊരിടത്ത് ഇടിമിന്നലേറ്റ് അനർത്ഥം സംഭവിച്ചു, ഒരാൾ മരണം. ഇങ്ങനെ അനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കേട്ട വാർത്തകൾ, ഒരു സ്കൂട്ടറുകാരനെ ഒരു കാർ ഇടിച്ചു, ഒരു ബസ് ഇടിച്ച് അതിന് കീഴെയായി പോയി, തലയിൽ കൂടി വാഹനം കയറിപ്പോയി. മറ്റൊരിടത്ത് കേട്ടു 2 വാഹനങ്ങൾ കൂട്ടി ഇടിച്ചിട്ട് 2-ലധികം ആളുകൾ, 9-ലധികം ആളുകൾ പരിക്കോടെ ഹോസ്പിറ്റലിലായിരിക്കുന്നു. അതും അനർത്ഥങ്ങളാണ്. നമ്മൾ കേൾക്കുന്നത്, കാതിൽ കേൾക്കുന്ന ഒരുപാട് അനർത്ഥങ്ങൾ കേൾക്കുകയാണ്. എന്നാ ഈ ദാവീദിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഇപ്പം നമ്മുടെ മോഡേൺ എറയിൽ കേൾക്കുന്ന അനർത്ഥങ്ങളെല്ലാം അനർത്ഥങ്ങൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അനർത്ഥത്തിനല്ല, ഒരു അനർത്ഥ ദിവസം എന്ന് കേട്ടോ. ഈ അനർത്ഥം കർത്താവങ്ങ് മാറ്റിക്കളയുമെന്നല്ല വാക്ക്. അനർത്ഥ ദിവസത്തിൽ ഈ വാക്ക് ശ്രദ്ധയോടെ കേട്ട് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് എഴുതി വെക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവൻ, കർത്താവിനെ മാത്രം ആശ്രയമാക്കിയിരിക്കുന്ന ഒരുവൻ, അവൻ അനർത്ഥ ദിവസം കാണും, കേൾക്കുകയും ചെയ്യും. അനർത്ഥം കേൾക്കും, അനർത്ഥം കാണും. പക്ഷെ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? നീതിമാൻ അനർത്ഥം കണ്ടിട്ട് ഒളിച്ചുകൊള്ളും. ഇങ്ങനെ ഒരു വാക്കുണ്ട്. അതിനപ്പുറത്ത് ഇവിടെ പറയുന്നൊരു വാക്കുണ്ട്. അനർത്ഥ ദിവസം വരുമ്പോ ദൈവം തമ്പുരാൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ഇതൊരു ഉറപ്പാ.
ഇത് ദാവീദിന്റെ ഒരു ഉറപ്പ്, ഒരു ഭക്തന്റെ ഉറപ്പായത്. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കും. 2, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. 3, പാറമേൽ എന്നെ ഉയർത്തും. അപ്പൊ ആദ്യത്തെ വാക്കുമായിട്ട് കണക്ട് ചെയ്തേ. അനർത്ഥ ദിവസത്തിൽ, അങ്ങനെ ഒരു ദിവസമുണ്ട്. എല്ലായിടത്തും അനർത്ഥമുണ്ട്. ഇപ്പൊ ഒരു അനർത്ഥം വരുമ്പം ഒരു നമ്മുടെ വയനാട്ടില് ഒരു ഭൂമികുലുക്കം ഉണ്ടായി, ഒരു എർത്ത് കേക്ക് ഉണ്ടായി, ഒരുപാട് പേര് പോയി. അപ്പൊ അനർത്ഥം വന്നപ്പോ പോയി. കുറച്ചു പേരുടെ അടുത്ത് മാത്രമല്ല, അനർത്ഥ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ വെള്ളപ്പൊക്കം വന്ന കാലങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. അനർത്ഥ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അനർത്ഥ ദിവസം എല്ലായിടത്തും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാം കാണും കേൾക്കും. പക്ഷേ ഇവിടെ ഒരു ഉറപ്പ്, ഭക്തനായി പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ ഒരു ഉറപ്പ് കർത്താവ് പറയുക. അനർത്ഥങ്ങൾ കേൾക്കും, അനർത്ഥങ്ങൾ കാണും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണും. പക്ഷേ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ഈ ഒരു ഉറപ്പിൽ നിന്ന് പ്രാപിച്ചേ. നിത്യതയിലെത്തുന്നത് വരെ അനർത്ഥ ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. ദുഷ്ടൻ അനർത്ഥം കണ്ട് ഛേദിക്കപ്പെടും, എന്നാൽ നീതിമാൻ അനർത്ഥം കൊണ്ട് ഒളിക്കും. ഒളിക്കാനൊരിടമുണ്ട്. അതെങ്ങനാന്നറിയാമോ? ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. ഈ കോഴി കുഞ്ഞുങ്ങളുമൊക്കെയായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ തള്ളക്കോഴി കാണും അനർത്ഥം. ചിലപ്പോൾ ഒരു മൂർഖം പാമ്പ് എഴഞ്ഞു വരുന്നത് തള്ളക്കോഴി കാണും. അല്ലെങ്കിൽ ഒരു പരുന്ത് കുഞ്ഞുങ്ങളെ പിടിക്കാൻ വരുന്ന തള്ളക്കോഴി കാണും. ഏതെങ്കിലും അപകടം വരുന്നത്, ഒരു അനർത്ഥം വരുന്നത് തള്ളക്കോഴി കാണും. തള്ളക്കോഴി ഒരു സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ അറിയുന്നത് മനുഷ്യർക്കറിയില്ല. മറ്റു മൃഗങ്ങളുടെ ഒരു പൂച്ചക്കുട്ടിക്കോ പട്ടിക്കുട്ടിക്കോ അത് അറിയില്ല. കോഴിക്കുഞ്ഞുങ്ങൾക്ക് അത് നന്നായിട്ടറിയാം. ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഓടി വന്ന് തള്ളക്കോഴിയുടെ ചിറകിന്റെ അടിയിലേക്ക് അഭയം പ്രാപിക്കും. ഹല്ലേലൂയ. ഈ വാക്ക് ശ്രദ്ധിക്കണം. ദൈവം തമ്പുരാൻ സൂചന തരുമ്പോൾ, ദൈവം തമ്പുരാൻ നമുക്ക് വാണിംഗ് തരുമ്പോൾ, ദൈവത്തിന്റെ ചിറകിന്റെ അടിയിൽ അഭയം പ്രാപിക്കാൻ അവന്റെ ചിറകിന്റെ മറവിൽ നമ്മളെ സംരക്ഷിക്കുന്നു. കോഴി ചിറകിന്റെ മറവിൽ സംരക്ഷിക്കുന്നത് പോലെ ചിറകിന്റെ അടിയിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൃപയുണ്ട്. കഴുകൻ കുഞ്ഞിനെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ നമ്മളെ വഹിക്കുന്ന ഒരു കൃപയുണ്ട്. ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം തരുന്നൊരു കൃപയാ. അതാ, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. എന്നിട്ടോ അനർത്ഥം കഴിയുമ്പോൾ പാറമേൽ ഉയർത്തും. ദൈവിക പദ്ധതിക്ക് വേണ്ടിയുള്ള ഒരു കോഴി കുഞ്ഞിനെ പരിപാലിച്ച് ആ വലിയൊരു തള്ളക്കോഴിയാക്കുന്നത് പോലെ, കഴുകൻ കുഞ്ഞിനെ പറക്കാൻ ശീലിപ്പിച്ച് വലിയൊരു കഴുകനാക്കുന്നത് പോലെ, കൂടുകളെ കൂടിളക്കി പറക്കുവാനായി പരിശീലിപ്പിക്കുന്നത് പോലെ നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവകരമുണ്ട്. ഹല്ലേലൂയ. ആ വാക്കിനോട് ചേർന്ന് പറഞ്ഞേ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. പ്രാർത്ഥിക്കുന്നവനെ, ഭക്തനെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ആ വാക്ക് കേട്ടോ, എല്ലാം വ്യക്തിപരമാ, ഏകവചനമാ. ഞങ്ങളെയല്ല, എന്നെ. ഈ ദൈവവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള കുഞ്ഞെ നിന്നോടാ പറയുന്നത്. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ആ വചനം ഒന്ന് ചേർന്ന് പറഞ്ഞേ. പാറമേൽ എന്നെ ഉയർത്തും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ ഒളിപ്പിക്കും. കൂടാരത്തിന്റെ മറവിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ പരിപാലിക്കും, എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. ദൈവമായിട്ട് ബന്ധമുള്ള കുഞ്ഞെ, നിന്നെ മറയ്ക്കും, നിന്നെ ഒളിപ്പിക്കും, നിന്നെ ഉയർത്തും. നിന്നെ ഒളിപ്പിക്കും, മറയ്ക്കും, ഉയർത്തും. എന്നെ ഒളിപ്പിക്കും, മറയ്ക്കും, ഉയർത്തും. വചനം നിന്നെ ബലപ്പെടുത്തട്ടെ. ഈ വാക്ക് നിന്നെ ബലപ്പെടുത്തട്ടെ. ഒളിപ്പിക്കും, മറയ്ക്കും, ഉയർത്തും. പാറമേൽ ഉയർത്തും. നീങ്ങി പോകാത്ത യുഗങ്ങളുടെ പാറയാകുന്ന, പിളർന്ന പാറയാകുന്ന, ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, അതിൽ ഉറച്ചു നിൽക്കുന്ന ദൈവത്തിലെ നിന്നെ ആ പാറമേൽ തമ്പുരാൻ ഉയർത്തുമെന്ന്. ഹല്ലേലൂയ.
ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങനെ തന്നെ കൈമാറുന്നു, ഹൃദയത്തിങ്ങളെ ഉറപ്പിക്കുന്നു. അതേ തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കുന്ന, പാറമേൽ ഉയർത്തുന്ന, കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവത്തിന്റെ കരത്തിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനർത്ഥം പറ്റാതെ പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്ത തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഈ ജനത്തെ, കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മറയ്ക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടെ ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയാം. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു.